ഒരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ. അതായത് കണ്ടോ, നമ്മുടെ കപ്പ വൈകുന്നേരം ഉണ്ടാക്കിയതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ അത്ര ഹെൽത്തി ഫുഡ് അല്ലെങ്കിലും നമ്മുടെ എന്താണ് നമ്മുടെ ഞങ്ങളെ നൊസ്റ്റാൾജിക്കായിട്ടുള്ള ഫ്രൂട്ട്സ് കുഞ്ഞുണ്ടാണേ ഈവനിങ്ങായിട്ട് ഒന്ന് കഴിച്ച് നോക്കാമെന്ന് എഴുതിയെടുത്തതാണ് കേട്ടോ. പ്ലീസ് അതിൻ്റെ അരപ്പ് കൂട്ടി കഴിക്കണം. അരപ്പ് മാത്രം മതി കേട്ടോ അങ്ങനെ കഴിക്കാനായിട്ട്. നല്ല ചൂടുണ്ട്. ഈ അരപ്പ് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ട്. അരപ്പിൻ്റെ കൂട്ട് ഞാൻ പറഞ്ഞു തരട്ടെ. അമ്പൂപ്പുളി, അതായത് നമ്മൾ ഒരു 3-4 ചെറിയ കൊച്ചുള്ളി, ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരല്ലി നമ്മുടെ വെളുത്തുള്ളി, ഒരു 6-8 കാന്താരി മുളക്, തേങ്ങ, പിന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി, ഒരു സ്പൂൺ മുളക് പൊടി, ഒരു 1/4 സ്പൂൺ നമ്മുടെ കുരുമുളക് പൊടി, ഉപ്പ്, ഒരു ലേശം ഒരു ചെറിയതായി ഈ ഒരു വലിപ്പം വരുന്ന ഒരു ചെറുതായിട്ട് ഇങ്ങനെ എടുക്കുന്ന പുളി, അപ്പോൾ ഇത്രയും ചേർത്തിട്ട് മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തിട്ട് അരച്ചെടുത്ത അരപ്പാണ് കേട്ടോ. പിന്നെ അത് തിളച്ച് പറ്റാറായപ്പം ലേശം വെളിച്ചെണ്ണയും പിന്നെ നമ്മുടെ കറിവേപ്പിലയും കൂടി പൊട്ടിച്ചിട്ട് കൊടുത്തു കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലയും കൂടി പൊട്ടിച്ചിട്ട് പറ്റിച്ച് എടുത്തതാണ് കേട്ടോ. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു കുഞ്ഞ് നമ്മുടെ ചെറിയ ഞണ്ടിൻ്റെ തോരനായിരുന്നു കേട്ടോ. സൂപ്പർ ടേസ്റ്റാണേ. പിന്നെ ഇതിൻ്റെ പ്രത്യേകത വേറെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അത്യാവശ്യം വലിയ ഞണ്ട്, അതായത് കടൽ ഞണ്ട് മിക്കവാറും മഡ് ക്രാബിനേക്കാളും മാംസം കുറവായിരിക്കും. പക്ഷേ ഇത് നോക്കി ചെറിയ ഞണ്ടാണെങ്കിലും അത്യാവശ്യം നല്ല മാംസം ഉണ്ട് കേട്ടോ. കറിവേപ്പിലയും ഭയങ്കര ടേസ്റ്റ്.